ഹലോ, അപ്പോൾ വീണ്ടും എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ എന്താ പറയുക, ആളിതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പൊക്കെ കയറി ഇറങ്ങി അവസാനം നമ്മുടെ അടുത്ത് എത്തി. അപ്പം ഞാൻ വലിയ സംഭവമായിട്ട് പറയുന്നില്ല, അനുഭവം എന്തായാലും ഞാൻ ഷെയർ ചെയ്യും. കാര്യം ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇത് കാണുന്ന മെഡിക്കൽ ഷോപ്പിലുള്ളവരെങ്കിലും കുറച്ചൊന്ന് തിങ്ക് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം അയാൾ ഇങ്ങനെ ഇട്ട് നടത്തിക്കേണ്ട കാര്യമില്ല. കാര്യം ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ഫാർമസിസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കും മനസ്സിലാവും അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. കാരണം അതിനകത്ത് ബാക്കി എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരിക്കും അതിനകത്ത് 2 മരുന്നുണ്ടായിരുന്നു, 2 അല്ല, ഒരു 3-4 മരുന്നുണ്ടായിരുന്നു. അതിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒബ്സർവേഷനിൽ എന്തോ ആയിരുന്നു, ഒബ്സർവേഷനിൽ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിൽ തന്നെയാണ് മരുന്ന് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മെലോസെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ മെലോസെറ്റിന് 2 സ്ട്രെങ്ത് ഉണ്ട്, അതിന് എഴുതിയിട്ടില്ല, സ്ട്രെങ്ത് എഴുതിയിട്ടില്ല. ഓക്കെ, അത് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സ്ട്രെങ്ത് എഴുതാതെ അവിടെ നിന്ന് ഏത് കൊടുത്തു എന്നറിയില്ല, പക്ഷേ സ്ട്രെങ്ത് എഴുതിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് അവിടെ നിന്ന് കിട്ടി. ഒരു ഗുളിക മാത്രം അവിടെയും ഇല്ല എന്ന് പറഞ്ഞു അവർ. എന്നാൽ അത് അവിടെ തന്നെ എഴുതിയ പ്രിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് ഇല്ല, അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് അവർ പോലും പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ തന്നെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലെല്ലാം കയറി, എന്നിട്ട് പോലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തില്ല. എന്നിട്ട് ആൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ കയറി ലാസ്റ്റ് രാത്രിയാണ് കേട്ടോ നമ്മളടുത്ത് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഇല്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു വിടില്ല. അത് നൈട്രോസൺ മാത്രമേ ഉള്ളൂ. നൈട്രോസൻ്റെ ചീട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു, വേറെ ഓപ്ഷൻ ഇല്ല. അത് എനിക്കറിയാലോ, ഞാൻ പറയാതെ. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. ഒരു കസ്റ്റമറെ, ഒരു പേഷ്യൻസിനെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് ഞാൻ സമ്മതിക്കില്ല. അങ്ങേയറ്റം അത് ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മരുന്ന് കിട്ടാനില്ല, അല്ലെങ്കിൽ അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ ഞാൻ എന്നാലും അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം ഇനിയും അവർ ഒരുപാട് മെഡിക്കൽ ഷോപ്പിൽ കയറി ഇറങ്ങാനായിട്ടുള്ള ഒരു അവസരം ഞാൻ എൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മരുന്ന് ഇങ്ങനെ ഇല്ല, ഈ ഒരു പേരിലില്ല. അപ്പോൾ ഇ എന്നാണ് അതിനകത്ത് വ്യക്തമായി എഴുതിക്കുന്നത്. പക്ഷെ അവിടെ ഇ അല്ല വരേണ്ടത്, ഓ ആണ് വരേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഓയിൽ ഞാൻ അടിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻസ് ബാക്കി ഡീറ്റെയിൽസ് പിന്നെ ഒരു പരിചയത്തിലുള്ള ഡോക്ടറെ കൂടി വിളിച്ച് കൺഫേം ചെയ്തപ്പോൾ സംഭവം എന്താ, ഇതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഓയ്ക്ക് പകരം ഇ ആണ് എഴുതി കൊടുത്ത് വിട്ടത്. അപ്പോൾ ഉള്ളിടത്തൊക്കെ അവരില്ല പറഞ്ഞു വിടും. ഇതുങ്ങൾ ഇങ്ങനെ നടക്കും അങ്ങനെ. അപ്പോൾ ഞാൻ ആ പേഷ്യൻസിനെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സ്പെല്ലിംഗ് തെറ്റുന്നത്. അപ്പോൾ ആൾ ശരിക്കും നിരാശയോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ ആരെങ്കിലും ഇതൊന്ന് കണ്ടുപിടിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് കഴിക്കേണ്ട ടൈം പോലും കഴിഞ്ഞു, എപ്പോഴേ കഴിക്കേണ്ട മരുന്നായിരുന്നു, അത് കിട്ടാത്തതുകൊണ്ട് ആ ടൈം പോലും കഴിഞ്ഞിരിക്കുന്നു. അതെ, ഒന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിനോടാണ്. നിങ്ങൾ മരുന്നിനെ കുറിച്ച് ആദ്യം നല്ലപോലെ പഠിക്കുക, നല്ലപോലെ അറിയുക, അതിൻ്റെ സ്പെല്ലിങ്ങും കാര്യങ്ങളും. എന്നിട്ട് അതൊരു മിസ്റ്റേക്ക് പോലും അല്ല, വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവർക്ക് അത് നന്നായി ആദ്യം അറിയണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ ദയവ് ചെയ്ത് വ്യക്തമായി പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ ശ്രമിക്കുക. കാര്യം ഇതൊക്കെ ശരിക്കും കേസായിട്ട് പോവുകയാണെങ്കിൽ നല്ല പണി കിട്ടും. കാര്യം പ്രിസ്ക്രിപ്ഷൻ വ്യക്തമായി എഴുതണമെന്ന് നിർബന്ധമുണ്ട്. ഇപ്പോൾ ഒന്നാമത് അയാൾ എന്തോരം കഷ്ടപ്പെട്ടെന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ മെഡിക്കൽ ഷോപ്പിലൂടെയാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കാണും, നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ട് കാണിച്ചാൽ അവർക്ക് മനസ്സിലാവും ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്ന്. ഓക്കെ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇപ്പോഴും മിസ്റ്റേക്കുകൾ ധാരാളം വരുന്നുണ്ട്.